കേരളത്തിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഏർവാടിയിലെത്താം? തമ്പുനയിലിൽ കാണിച്ചതുപോലെ 145 രൂപയ്ക്ക് എങ്ങനെ ഏർവാടിയിലെത്താം എന്നറിയാൻ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണുക. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഏർവാടിയിലേക്ക് എത്താമെന്നാണ്. പലരും ഫോൺ മുഖേനയും വാട്സപ്പിലും കമൻറ്റ് ബോക്സിലൊക്കെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഏർവാടിയിലേക്ക് എത്താമെന്ന് പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കേരളത്തിലെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പാലക്കാട് നിന്ന് രാവിലെ പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഓരോ ട്രെയിനുകൾ വീതമുണ്ട്. 4 മണിയുടെ ട്രെയിന് മധുരയിൽ 9:55 10 മണിയോട് കൂടെയും 6 മണിക്ക് പോകുന്ന വണ്ടി 11 മണിയോട് കൂടെയും മധുര സ്റ്റേഷനിലെത്തും. ഒരാൾക്ക് വരുന്ന ചാർജ് 90 രൂപയാണ്. മധുരയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പോകേണ്ടത് രാമനാഥപുരത്തേക്കാണ്. രാമനാഥപുരത്തേക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുറപ്പെട്ട് 3:15 കൂടി രാമനാഥപുരം എത്തുന്ന ലോക്കലുണ്ട്. ഒരാൾക്ക് അവിടേക്ക് വരുന്ന ചാർജ് 30 രൂപയാണ്. അപ്പോൾ പാലക്കാട് നിന്ന് രാമനാഥപുരം എത്താൻ ഒരാൾക്ക് 120 രൂപയാണ് ചാർജായത്. രാമനാഥപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കിട്ടും. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏർവാടിയിലേക്ക് നിങ്ങൾ ബസ് കയറിയാൽ 25 രൂപ കൊടുത്താൽ ഏർവാടി ദർഗയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാം. അങ്ങനെ 145 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏർവാടിയിലെത്താൻ കഴിയും. തമ്പനയിലിൽ നമ്മൾ 145 രൂപ എന്ന് കൊടുത്തു. അതിനുള്ള റൂട്ട് നമ്മൾ പറഞ്ഞു. ഇനി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഇതേ ചെലവിലെത്താൻ കഴിയൂല എന്നാർക്കും മനസ്സിലാകും. പാലക്കാട് ഭാഗത്തു നിന്നുള്ളവർക്ക് ഇതേ ചാർജിലെത്താം. ഇനി കേരളത്തിൻ്റെ പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആ നാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്താനുള്ള ചാർജ് അഡീഷണലായി അവരിതിൽ ആഡ് ചെയ്യണം. ആ ചാർജ് കൂടി വരും. ഇനി പാലക്കാട്ടേക്ക് എത്താൻ മലപ്പുറം ജില്ലയുടെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നൊക്കെ രാത്രികളിലുള്ള ബസ്സിന് പുലർച്ചെ പാലക്കാട് എത്തുന്ന ബസ്സിന് നിങ്ങൾക്ക് എത്തിയാൽ നിങ്ങൾക്ക് ട്രെയിനിന് കയറാനാകും. ഇനി മംഗലാപുരം തുടങ്ങി കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ട്രെയിനിനും വരാവുന്നതാണ്. ഇനി കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ നിന്ന് ട്രെയിനിൽ നിന്ന് വരുന്നവർക്ക് തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ കാച്ചക്കുട എക്സ്പ്രസ് ഉണ്ട്. പുലർച്ചെ 2:15 പാലക്കാട് എത്തുന്ന വണ്ടി. ആ വണ്ടിക്ക് വരാവുന്നതാണ്. ഇനി മറ്റൊരു വണ്ടിയുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 11 മണിക്ക് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ഞായറാഴ്ച പുലർച്ചെ 4:40 പാലക്കാട് എത്തുന്ന വിവേക് എക്സ്പ്രസ്. അതിന് വന്നാലും നിങ്ങൾക്ക് സുഖമായി പാലക്കാടെത്തി 6 മണിയുടെ വണ്ടിക്ക് മധുരയിലേക്ക് പുറപ്പെടാം. പിന്നെ മറ്റൊരു വണ്ടിയുള്ളത് മംഗലാപുരത്ത് നിന്ന് വരുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ്. അത് 5:55 പാലക്കാടിലെത്തുക. അപ്പോൾ നമുക്ക് അവിടെ വെറും 15 മിനിറ്റ് മാത്രം ക്യാപ്പ് കിട്ടുള്ളൂ. എങ്ങാനും ഈ വണ്ടി ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വണ്ടി മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ സജസ്റ്റ് ചെയ്യണില്ല. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 4 മണിയുടെ അമൃത എക്സ്പ്രസ്സിന് പുറപ്പെടുന്നവർ ട്രെയിനിൽ വെച്ച് നിസ്കാരം സുബഹി നിർവഹിക്കേണ്ടി വരും. അതല്ലാത്തവർക്ക് 6 മണിയുടെ വണ്ടിക്ക് പുറപ്പെടുന്നവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. അവിടുന്ന് നിസ്കാരം നിർവഹിച്ച ഉടനെ നിങ്ങൾക്ക് 6 മണിയുടെ വണ്ടിക്ക് പുറപ്പെടാവുന്നതുമാണ്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ള തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ 4 മണിക്ക് മധുരയിലേക്കുള്ള വണ്ടി അത് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 8 മണിയോടുകൂടി പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് ആണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം, കോട്ടയം, തൃശ്ശൂർ വഴിയാണ്, എറണാകുളം, തൃശ്ശൂർ വഴിയാണ് പാലക്കാട്ടേക്ക് എത്തിച്ചേരുന്നത്. ആ വണ്ടിയിൽ അതിൻ്റെ സ്റ്റോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് അതിന് കയറിയാൽ നേരെ മധുരയിലെത്താവുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ടത് പാലക്കാട് എത്താൻ ഈ 145 അഡീഷണൽ ചാർജ് വരും. ഇനിയും നമുക്ക് തിരുച്ചിറപ്പള്ളി വഴിയും കോയമ്പത്തൂർ വഴിയൊക്കെ മറ്റു റൂട്ടുകളുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അതൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്.
ആവശ്യക്കാർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്.